ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ ഒരു പോർക്കളത്തിന് സമാനമാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം വെറും ബജറ്റ് ചർച്ചകളിൽ ഒതുങ്ങുന്നില്ല. അത് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്കേറ്റം ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ട് കഴിഞ്ഞു. ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന ബിട്ടു ഇന്ന് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ രാഷ്ട്രീയ ഇന്ത്യ കാണുന്നത് മാറ്റങ്ങളുടെ വേഗതയാണ്. രാഹുൽ ഗാന്ധി തന്നെ വഞ്ചകനായ സുഹൃത്ത് എന്ന് വിളിച്ചത് ബിട്ടുവിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഇതിന് മറുപടിയായിട്ട് രാഹുലിനെ തെരുവ് കള്ളക്കാരൻ എന്ന് വിളിച്ചായിരുന്നു ബിട്ടു രാഷ്ട്രീയ പരാമർശം നടത്തിയത്. ഇത് മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതായിരുന്നു എന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പാർലമെന്റിന് പുറത്ത് സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് മുന്നിലൂടെ കടന്നുപോയപ്പോൾ രാഹുൽ നീട്ടിയ സൗഹൃദത്തിന്റെ കരങ്ങൾ സ്വീകരിക്കാതെ ബിട്ടു ഒഴിഞ്ഞുമാറിയത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയായിരുന്നു. ഇത് വെറും ഒരു ഒഴിഞ്ഞുമാറലല്ല, മറിച്ച് തന്റെ പഴയ പാർട്ടിയോടും സുഹൃത്തിനോടും കാണിക്കുന്ന രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ അടയാളമാണെന്ന് പലരും വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ബിട്ടുവിന്റെ വാക്കുകളിൽ നിന്നും നിരാശയും ദേഷ്യവുമാണ് നിഴലടിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലെത്തിയ ബിട്ടു പുതിയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം അടിയറവ് വെച്ചിരിക്കുകയാണോ എന്ന ചോദ്യം രാഹുൽ ആരാധകർ ഉയർത്തുകയാണ്. തന്റെ സമുദായത്തെയും രാജ്യത്തെയും ഉയർത്തിപ്പിടിക്കുന്നതിൽ രാഹുൽ കാണിക്കുന്ന ആർജവം ബിട്ടുവിനെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ബിട്ടു രാഹുലിനെ ആക്രമകാരി എന്ന് വിളിക്കുമ്പോൾ ജനങ്ങൾ കാണുന്നത് സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന ജനങ്ങളുടെ ശബ്ദമാകുന്ന ഒരു നേതാവിനായിട്ടാണ്. സിഖ് വികാരം ഇളക്കിവിട്ട് രക്ഷപ്പെടാൻ ബിട്ടു ശ്രമിക്കുമ്പോൾ പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഭരണകൂടത്തെ പ്രതിരോധത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്വന്തം ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആരെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ബിട്ടുവിനെ പോലെയുള്ളവരുടെ പ്രകോപനങ്ങൾ വെറും നിഴൽ യുദ്ധങ്ങൾ മാത്രമായി മാറുന്നു. ആത്മാഭിമാനം അടിയറവ് വെച്ചവർക്ക് പോരാളികളുടെ മനക്കരുത്ത് മനസ്സിലാകില്ല എന്നത് ചരിത്രമാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റ് ബഹളം വെച്ചതിനെ തുടർന്ന് സ്പീക്കർ MP-മാരെ പുറത്താക്കുകയായിരുന്നു. ഇന്ത്യ-US വ്യാപാര കരാർ വിഷയത്തിൽ ലോക്സഭയിൽ ഇന്നും പ്രതിഷേധം നടന്നിരുന്നു. നമുക്ക് പാർലമെന്റ് പുറത്ത് നടന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. जंग जीत के आए हैं. The thing is, here is a traitor walking right by. Take a look at your face. That's what it looks like. Hello, brother. My traitor friend. Surrender. Don't worry, you'll come back. Surrender. देश के जब 350 साल की बात के बाद उन्होंने वंदे मातरम 150 साल किस तरीके से सारे उन्हें इकट्ठे होकर मनाया उसकी बात कर रहे थे. बिरसा मुंडा जी उनके 150 साल उसके बारे में बात कर रहे थे. और उसके बाद सरदार पटेल जी जो उनके भी 150 साल जयंती के हुए. इसी तरीके से ये बड़े बड़े महान गुरुओं, पीरों, पैगंबरों की और सब लोगों की प्रेजेंट बात कर रहे थे. लेकिन आज जब वहां बैठ के इतना दुख हुआ मैं, और कोई सुन नहीं रहा. एक गुरु के बारे में, गुरु की शहादत, जो हर कहता है भी गुरु तेग बहादुर ना होते, ना सिख होते, ना हिंदू होते, तो वही लोग बैठे हैं अंदर. तो उन्होंने जब ये प्रेसिडेंट बात कर रहे थे, सबने वो हल्ला मचाया, हो हल्ला मचाया. ना लीडर ऑफ ऑपोजिशन राज्यसभा वो भी खड़े हो गए, लीडर ऑफ जो लोकसभा में है राहुल गांधी वो भी खड़े हो गए, प्रियंका गांधी खड़े हो गए. हम कह रहे हैं भाई सुनो तो सही क्या कह रहे हैं. जब कोई इशू आएगा आप कर लेना जो करना है. लेकिन आज कांग्रेस पार्टी और बाकी जो अलायंस ने, आज मेरा समझ से तो इनकी कोई लोगों के बीच में आज के बाद इनको कोई मेरी ख्याल